രണ്ടിനടുത്ത് അങ്ങ് ഇട്ടാലുണ്ടല്ലോ. സൗണ്ട് കേട്ടോ നിങ്ങളത്? ആ എണ്ണയിൽ അങ്ങോട്ട് ഇടുമ്പോൾ വരുന്ന സൗണ്ട് ഉണ്ടല്ലോ. ആഹാ, അതൊന്ന് ആസ്വദിക്കേണ്ട സൗണ്ട് തന്നെ കേട്ടോക്ക്. ആഹാ, എന്തായാലും സൗണ്ട് അടിപൊളിയല്ലേ? ഫ്രൈ ആവുന്ന സൗണ്ട് കണ്ടോ? വിഷയം. നിങ്ങൾക്ക് ഇതുപോലെ തോട്ടിലെ ഞണ്ടൊക്കെ നല്ല നാടൻ ഞണ്ട് തിന്നാനൊരു അവസരം കിട്ടേണ്ടല്ലോ, തിന്നു നോക്കണം. പക്ഷെ അതിനകത്ത് തിന്നാനായിട്ട് അധികം ഇറച്ചിയോ മീറ്റായിട്ടൊന്നും അധികം കിട്ടില്ലെങ്കിലും ബട്ട് ഉള്ള മീറ്റിലെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വിഷയം ടേസ്റ്റ് തന്നെ. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ തിന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തിന്നാൻ തോന്നിയാലോ ശരി. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഓക്കെ, 20 minutes later. നല്ലോണം ഫ്രൈ ആയതിനു ശേഷം ഇതിനടുത്ത് അപ്പുറത്തോട്ടൊരു മറക്കൽ, ഇപ്പുറത്തോട്ടൊരു മറക്കൽ, എന്നിട്ട് കുറച്ച് കറിവേപ്പിലെടുത്ത് കറവറന്നിടുക. എന്നിട്ട് അപ്പുറത്തോട്ടൊരു മറക്കൽ, ഇപ്പുറത്തോട്ടൊരു മറക്കൽ. അതും കൂടി കഴിഞ്ഞാൽ നേരെ എടുക്കുക, കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വയ്ക്കുക. പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും നോക്കാനില്ല, എടുത്ത് കറുമുറു പറഞ്ഞിട്ട് അങ്ങോട്ട് തിന്നുക. ആ ഞണ്ടിൻ്റെ കഷ്ണങ്ങളങ്ങ് വെന്ത് മൊരിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. ആ ഉള്ളിയും ആ ഞണ്ടിൻ്റെ ഒരു പീസും രണ്ടും കൂടി എടുത്ത് വായിൽ വെച്ച് ഒരു കടി അടിച്ചുണ്ടല്ലോ, ആഹാ അടിപൊളിയായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിടിച്ച ഞണ്ട് വറുത്ത് കഴിഞ്ഞു. എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഞണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു വലിയ പീസ് തന്നെ എടുക്കണം. നല്ല ചൂടുണ്ട്, പൊട്ടുന്നില്ല, നല്ല ചൂടുണ്ട്. ഞാൻ തിന്ന് കാണിച്ചാൽ ഒറ്റടിക്ക് കടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളി കേട്ടോ. ആ ടേസ്റ്റ് ഉണ്ടാവും. അവിടെ നിന്ന് തോട്ടിൽ നിന്ന് പിടിച്ച് ഞണ്ട് ആ ടേസ്റ്റ് ഉണ്ട്. വേണം. അപ്പോൾ ശരി, നേരിട്ട് വന്നിട്ട് വരാം. ചേട്ടാ അങ്ങനെ ഞണ്ട് തിന്ന് കഴിഞ്ഞു.